അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നമുക്ക് പരിചയമില്ലാത്ത ഒരു വിഷയമല്ല സ്വാഗത ഭാഷണത്തിൽ നിങ്ങളോട് വിശദീകരിച്ചിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ധാരാളമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ കഴിയുന്നത്ര അത് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവരുമാണ് നമ്മളൊക്കെയും. ആ നിലയ്ക്കൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ്. ആ നിലയ്ക്ക് എൻ്റെ സംസാരം അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനിവാര്യമായ മാറ്റം ആവശ്യമുള്ള ഭാഗത്ത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഉറുദു കവി പാടിയ 2 വരി കവിതയുടെ മലയാള വിവർത്തനം. അദ്ദേഹം പാടിയത്, മനുഷ്യനെ സൃഷ്ടിച്ചത് അലിവ് കാണിക്കാനാണ്, അള്ളാഹുവിനെ വാഴ്ത്താൻ മാത്രമായിരുന്നെങ്കിൽ മലക്കുകൾ മതിയായിരുന്നു എന്നാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് ആ കാര്യം മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞ മറുപടിയിൽ ഈ ആശയം അടങ്ങിയിട്ടുണ്ടല്ലോ. നിന്നെ വാഴ്ത്താൻ നീ എന്തിനാ വേറൊരു വർഗത്തെ സൃഷ്ടിക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നവർ പറഞ്ഞപ്പം അള്ളാഹ് പറഞ്ഞത്, ഇന്നി അയലമു മാലാത്ത അയലമുൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. ഏതായാലും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ പലപ്പോഴും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ രംഗം അത് ചില ആളുകളുടെ കൈകളിൽ കിടന്ന് അതിൻ്റെ അവകാശികൾക്ക് കിട്ടാതെയും വേണ്ട രൂപത്തിൽ പരിഗണിക്കപ്പെടാതെയുമൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലരും ഇന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വേദനിക്കുന്നവർക്ക് അവരുടെ വേദന മാറ്റുക എന്ന് പറഞ്ഞാൽ ദരിദ്രരെ സഹായിക്കുക, ദാരിദ്ര്യം മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, രോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുന്ന അഗതികളുടെയും വിധവകളുടെയും അനാഥരുടെയും ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളും അതുപോലെ സാമൂഹ്യ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിനൊക്കെ അവരുടേതായ ചില ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നമ്മുടെ നാട്ടിൽ കാണാം.
അതുപോലെ ജീവിതം മുഴുവൻ തന്നെ ഒരു പുരുഷായുസ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ജീവിതം ഒന്നാകെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നീക്കി വെച്ചിട്ടുള്ള ആളുകളെയും കാണാം. പക്ഷെ അതിൻ്റെ പിന്നിലൊക്കെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഒരുപക്ഷെ നാട്ടിലെ ആളുകൾ ഇത്തരം സേവനങ്ങൾ അനുഭവിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന വല്ല സന്തോഷമോ സംതൃപ്തിയോ നന്ദി വാക്കുകളോ അതല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളോ മറ്റോ ആവാം, എന്തോ ആകട്ടെ. ഏതായാലും ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തുന്നവരും മഹാഭൂരിപക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസികൾ എന്ന നിലക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ആരാകുന്നു എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ബാധ്യസ്ഥരായവർ? മതപരമായി ബാധ്യസ്ഥരായവർ. മതപരമായി ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാധ്യതയുള്ളത് ആർക്കാകുന്നു? അങ്ങനെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ള വിശ്വാസികൾ അത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഗുണം അനുഭവിക്കുക ആരാണ്? അതിന് നമുക്കുള്ള മാതൃക എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ മാഊൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. അതിൽ അള്ളാഹു വിശദീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ വ്യാജമാക്കിയവരെ നീ കണ്ടുവോ എന്നാണ്. മതത്തെ കളവാക്കിയവർ ആരാ? മതത്തെ കളവാക്കിയവർ എന്ന് പറഞ്ഞാൽ മതത്തെ കളവാക്കുക എന്നത് ഒന്ന് അവിശ്വാസികളുടെ സ്വഭാവമാണ്. മതത്തെ കളവാക്കുക, വ്യാജമാക്കുക എന്നത്. മറ്റൊന്ന് മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. അവർ രണ്ടു കൂട്ടരുമാണ് മതത്തെ കളവാക്കിയവർ. എന്നിട്ട് അള്ളാഹ് വിശദീകരിക്കുന്നത് മതത്തെ കളവാക്കിയവരുടെ സ്വഭാവം എന്താ? ഒന്നാമത്തെ സ്വഭാവം ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്നാ. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവർ അനാഥരെ തള്ളി മാറ്റുന്നവരാകുന്നു, അനാഥരെ അകറ്റിക്കളയുന്നവരാകുന്നു. അപ്പോൾ ഒന്നാമത്തെ അവരുടെ സ്വഭാവം അതാ, അനാഥരെ ആട്ടിക്കളയുക. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, മിസ്കിൻ അഗതികൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ്. ഈ ആയത്ത് ഒന്ന് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരാം ഈ വിഷയം. നമ്മൾ ഓരോരുത്തർ നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ സജീവമായിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളിലും വളരെ തീവ്രമായി വാശിയോടുകൂടി അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും അനാഥരുണ്ടോ? ഈ കാലഘട്ടത്തിൽ മിക്ക കുടുംബങ്ങളിലും അനാഥരുണ്ടാകുന്നു. യുദ്ധം കൊണ്ടല്ല. ഒരു കാലത്ത് യുദ്ധങ്ങൾ കാരണം ധാരാളം അനാഥർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധം നടക്കുന്നില്ല. പക്ഷേ റോഡുകളിൽ നടക്കുന്ന യുദ്ധം ഒരുപാട് യുവാക്കളുടെ ജീവൻ എടുക്കുന്നു. അവർക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ വളരെ അടുത്തല്ലെങ്കിലും അകന്ന കുടുംബങ്ങളിലെങ്കിലും അനാഥരുണ്ട് എന്നതിൽ സംശയമില്ല. മിക്ക കുടുംബത്തിലുണ്ട്. അവരേതെങ്കിലും ഒരു അനാഥശാലയിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥശാലയ്ക്ക് വല്ലതും കൊടുത്താൽ, ഓർഫനേജിന് വല്ലതും കൊടുത്താൽ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അനാഥരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുക എന്നത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ് എന്നാണ്, അല്ലെങ്കിൽ അവിശ്വാസിയുടെ സ്വഭാവമാണ് എന്നാണ്. അല്ലദീ യദ്ഉൽ യതീം, യദ്ഉൽ യതീം, അനാഥരെ അവർ ആട്ടിക്കളയും. എൻ്റെ നാട്ടിൽ ഒരു ഉപ്പ മരിച്ചു. അയാൾക്കുള്ള ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടിക്ക് 2 മക്കളുണ്ട്. പക്ഷെ ആ ഉപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആണ് മകൻ മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിക നിയമപ്രകാരം അനന്തരാവകാശ സ്വത്ത് ആ കുട്ടികൾക്ക് കിട്ടില്ല. എന്താ കാരണം? ആ കുട്ടികൾ അവിടെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഉപ്പൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഉപ്പ മരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വസിയത്താണ് ആ കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വസിയത്ത് മുഖേന ഇവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ കുടുംബത്തിൽ മസ്ലഹത്തുകാർ ഇടപെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടും അവസാനം ആ വീട്ടുകാർ പറഞ്ഞത്, ആ അനന്തരാവകാശ സ്വത്ത് ഊരിച്ച് കിടക്കുന്ന ആളുകൾ പറഞ്ഞത്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു 5000 ഉറുപ്പ്യ കുട്ടിയൊക്കെ കൊടുക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും ചെറിയൊരു സംഖ്യ കൊടുത്ത് അതും വാങ്ങി തിരിച്ചു പോകേണ്ട ഒരവസ്ഥ പല മുസ്ലിം കുടുംബങ്ങളിലും ഉണ്ടാകുന്നു. അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ
വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവർ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അനാഥരെ ഈ രീതിയിൽ പരിഗണിക്കുന്നവർ അല്ലെങ്കിൽ അവഗണിക്കുന്നവർ, അവരെ നമ്മൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുക? ഇനി രണ്ടാമത് പറഞ്ഞത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അഥവാ വലാ യഹുല്ലു അലാ തആമിൽ മിസ്കിൻ, തആമിൽ മിസ്കിൻ, അഗതികൾക്കുള്ള ഭക്ഷണം. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അഗതിയുണ്ടോ എന്ന് നമുക്കറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനെയും ഫക്കീറിനെയും വേർതിരിച്ച് പറഞ്ഞല്ലോ. ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ചോദിക്കുന്നവരാ ഫക്കീർമാർ. ഫക്കീർ ഒരിക്കലും പട്ടിണി കിടന്ന് വീട്ടിൻ്റെ അകത്തിരിക്കുകയില്ല. ഫക്കീർ പുറത്തേക്ക് വന്നത് ചോദിക്കാൻ തയ്യാറാവും. പക്ഷേ മിസ്കീന്മാർ അങ്ങനെയല്ല. മിസ്കീനെ ഒരാൾക്ക് കണ്ടാൽ അയാൾ ഒരു ആവശ്യക്കാരനാണെന്ന് ആർക്കും മനസ്സിലാകില്ല. മിസ്കീൻ അയാളുടെ പ്രയാസങ്ങളൊക്കെ ഒതുക്കി വെച്ച് ജീവിക്കുന്നവനാ. ഒരാളുടെ മുമ്പിൽ പോയി യാചിക്കാൻ അയാൾ തയ്യാറാവുകയില്ല. അയാളുടെ വസ്ത്രധാരണവും അയാളുടെ മാന്യമായ ജീവിതവും കാണുമ്പം ഒരാൾക്കും ഇയാൾ മിസ്കീനാണെന്നിട്ട് തിരിച്ചറിയില്ല. അവരാണ് മിസ്കീന്മാർ. അപ്പം ഇങ്ങനൊരു മിസ്കീൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ അതിന് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട്. കാരണം ആ വീടിനെ പറ്റിയുള്ള അന്വേഷണം നമ്മൾ നടത്തണം. ഒരു മഹലിൽ മിസ്കീന്മാരുണ്ടോ എന്ന് നമുക്കറിയണം. അങ്ങനെ മിസ്കീന്മാരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ പല ആളുകളും പറയും സമ്പത്തില്ലല്ലോ, നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടത് പണം ഉണ്ടെങ്കിൽ സഹായിച്ചാൽ പോരേ. അതാ അള്ളാഹ് പറഞ്ഞത് വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. നിങ്ങൾ മിസ്കീന്മാർക്ക് കൊടുക്കുന്നില്ല എന്നല്ല അള്ളാഹ് പറഞ്ഞത്. അഗതികൾക്ക് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരെ അല്ല ഇവിടെ അള്ളാഹു മതത്തെ നിഷേധിച്ചവർ എന്ന് പറഞ്ഞത്, മതത്തെ വ്യാജമാക്കിയവർ എന്ന് പറഞ്ഞത്. മറിച്ച് ഇത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാത്തവരെയാണ്. ഇപ്പം നാട്ടിലിങ്ങനെ ഒരു മിസ്കീനുണ്ട്, ഒരു വീടില്ലാത്ത ഒരാളുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ. ഇന്നത്തെ കാലത്ത് ഒരു അസുഖം വന്നാൽ, ഒരു മാറാരോഗം വന്നാൽ എത്ര സാമ്പത്തിക ശേഷിയുള്ള ആളും ഏതാനും ആഴ്ചകൾ കൊണ്ട് മിസ്കീന്മാരെ ഗണത്തിക്ക് വരുന്ന കാലമാണ്. ഒരു അസുഖം വന്നാൽ മതി, കാര്യമായൊരു അസുഖം, ഒരു കിഡ്നിക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ക്യാൻസർ അസുഖം വന്നു. ഇങ്ങനത്തെ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ അവർ വലിയ ധനികരാണെങ്കിൽ പോലും അവരുടെ വീടും പറമ്പൊക്കെ വിറ്റ് ഒരു പക്ഷേ അവർ മിസ്കീന്മാരുടെ അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അവർ പഴയ ആ പ്രതാപം അവർ വിടാതെ സൂക്ഷിക്കും. കാരണം ആളുകൾക്കിടയിൽ മോശമായിട്ട് ജീവിച്ചവർക്ക് പരിചയമില്ലല്ലോ. അതുകൊണ്ട് അവർ മോശക്കാരാകാൻ മെനക്കെടില്ല. ഒരു പള്ളിൻ്റെ മുമ്പിൽ പോയി അവരൊരു അപേക്ഷയായിട്ട് വരില്ല. ഒരു സക്കാത്ത് കമ്മിറ്റിക്കും അവർ അപേക്ഷ തരില്ല. അവർക്ക് വേണ്ടി അപേക്ഷ നമ്മൾ എഴുതേണ്ടി വരും. അവർക്ക് വേണ്ടി അപേക്ഷ നമ്മൾ എഴുതേണ്ടി വരും. അവർക്ക് വേണ്ടി നമ്മൾ തന്നെ കമ്മിറ്റിയിൽ വാദിക്കേണ്ടി വരും. അവർക്ക് വേണ്ടി പണം നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അത്തരം മിസ്കീന്മാർ നമ്മുടെ നാട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ ഞാനും നിങ്ങളും നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്? എനിക്ക് 100% ഉറപ്പാണ്, ഞാനത് ഉറപ്പുവരുത്തിയിട്ടില്ല. കാരണം എനിക്കതിന് കഴിഞ്ഞിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ പറയും നമ്മൾ വലിയ ബിസിനസ്സുകാർ, നമുക്കെവിടെ സമയം? നമ്മൾ വലിയ പ്രവർത്തകന്മാരാണ്, നമുക്കെവിടെ സമയം? നമ്മൾ പ്രബോധകന്മാരാണ്, എവിടെയാ സമയം? അങ്ങനെയൊക്കെ ചോദിച്ച് ഇത്തരം അവകാശപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സ്വഭാവം ഒരു വിശ്വാസിക്കുണ്ടായാൽ അവൻ മതത്തെ വ്യാജമാക്കിയവനാകുന്നു എന്ന് അള്ളാഹു വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ അറിയിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം മതത്തെ കളവാക്കുക എന്ന ഗണത്തിലാണ് പെടുക. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അവിടെയും പറഞ്ഞത് എന്താ? നമസ്കരിക്കുന്നവർക്ക് നാശം. എന്താ കാരണം? നമസ്കാരം കൊണ്ട് കിട്ടേണ്ടത് അവർക്ക് കിട്ടുന്നില്ല. നമസ്കാരത്തിൽ അവർ അശ്രദ്ധരായി നമസ്കരിക്കുന്നു. അതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയൊന്നും അവർക്കറിയില്ല. ആളുകളെ കാണിക്കാനാണ് അവരുടെ നമസ്കാരം. അതൊക്കെ മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. പിന്നെ പറഞ്ഞത് എന്താ? വയംനഊനൽ മാഊൻ, പരോപകാരം അവർ തടയുകയും ചെയ്യുന്നു. പരോപകാരം തടയാന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, നമ്മളൊരു ഓഫീസിൽ ചെന്ന് നമുക്കല്പം ധൃതിയുണ്ട്, നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് നമ്മളെ പേന പോക്കറ്റിലിട്ട് നമ്മൾ തിരിഞ്ഞ് ക്യാഷിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ആ പേന ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇല്ല, എനിക്ക് സമയമില്ല കേട്ടോ, എനിക്ക് സമയമില്ല പേന ഇപ്പം തരാൻ എന്ന് അയാളോട് പറഞ്ഞാൽ വയംനഊനൽ മാഊനിൽ പെട്ടു. പരോപകാരം തടയുന്നു. ഒരു ട്രെയിനിൽ കയറി നല്ല തിരക്കുള്ള സമയം, നമ്മൾക്ക് കാല് നന്നായി വേദനിച്ചൊക്കെ നമ്മളിങ്ങനെ നിന്ന് കുറേ സമയം കഴിഞ്ഞ് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്കൊരു സീറ്റ് കിട്ടിയെന്ന് വെക്കുക. സീറ്റ് കിട്ടിയാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരാളും കൂടെ അവിടെ ഇരുത്താം. പക്ഷെ നമ്മൾ ഇരുത്തൂല. നമ്മളെന്താ പറയുക? കയറിയിട്ടില്ല തിരക്കുള്ള ട്രെയിനിലേക്ക് എന്നാ ചോദിക്കുക. അപ്പോൾ അതുവരെ നമ്മൾ 1.5 മണിക്കൂർ നിന്നതും വേദനിച്ചതും ആരെങ്കിലും ഒന്ന് സീറ്റ് ഒഴിഞ്ഞെന്നാൽ ഇരിക്കാമായിരുന്നു എന്ന് വിചാരിച്ചതൊക്കെ നമുക്ക് മറന്നു. നമ്മൾ അയാളോട് പറയും എന്തിനാ ഈ തിരക്കുള്ള ട്രെയിനിലേക്ക് കയറിയത്? കയറുമ്പോൾ തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ തിരക്കുണ്ടെന്ന്, റിസർവ് ചെയ്ത് പോയാൽ പോരെ? ഒരുപാട് ന്യായങ്ങൾ നമ്മൾ ചോദിക്കും. വയംനഊനൽ മാഊൻ, പരോപകാരം തടയുന്നു. അതിൽപ്പെട്ടതാ. എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക്, എൻ്റെ വീട്ടിലൊരു ചെറിയ 4 സെൻറ്റ് സ്ഥലം വാങ്ങിയ ഒരാൾ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 4 സെൻറ്റ് സ്ഥലം ഒരാൾ വാങ്ങി. ആ സ്ഥലത്ത് അയാൾക്ക് തറയിടണം. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്.
അയാളുടെ തറ കുറേ ഉയരത്തിൽ മണ്ണിട്ട് പൊക്കണം. അവിടേക്ക് മണ്ണ് കൊണ്ടുവരണമെങ്കിൽ ലോറി എത്തുന്ന സൈറ്റല്ല, റോഡിൻ്റെ അടുത്തുനിന്ന് കിലോമീറ്റർ കണക്കിന് ഉള്ളോട്ട് പോയാൽ അയാൾ സൈറ്റിലേക്ക് മണ്ണിടാൻ പറ്റും. അതിന് പോകാൻ തടസ്സമായി നിൽക്കുന്നത് ഒരാളുടെ പറമ്പാണ്. അയാളുടെ പറമ്പ് മുഴുവനും മതിൽ കെട്ടിയിരിക്കുക. അയാളോട് പറഞ്ഞു, ഈ 4 സെൻറ്റ് സ്ഥലത്തേക്ക് ഞാൻ കുറച്ച് മണ്ണടിക്കാൻ 2 ആഴ്ച സമയം, നിങ്ങൾ ആ മതിലൊന്ന് പൊളിച്ച് മാറ്റിത്തരുമോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മാറ്റിത്തരാം, പക്ഷേ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതണം, 25,000 രൂപ തരണം. വയംനഊനൽ മാഊൻ, അതാ വയംനഊനൽ മാഊൻ. എന്താ നഷ്ടം? ഒരു ലോറി അതിലൂടെ 1 ആഴ്ച ഓടിയാൽ അത് റോഡായി പോകും, അത് മാർക്കറ്റായി പോകും. നമ്മളെ മണ്ണിലൂടെ പോയാൽ മണ്ണ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല. പക്ഷേ വിശാലതല്ലേ ഹൃദയത്തിന്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിസ്കരിക്കുന്ന ആൾക്കാരാ, നമസ്കരിക്കുന്നവരാ, അത്തരം നമസ്കാരക്കാർക്ക് നാശം എന്ന് അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പറയാ. നമസ്കരിക്കേണ്ടത് നിങ്ങൾ, കാരണം നിസ്കരിച്ചിട്ട് ഒരു ഉപകാരമില്ല. ഫവൈലുൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശമാണ്, കാരണം ലക്ഷ്യം നേടാത്ത നമസ്കാരക്കാർ എന്നാ. അപ്പം ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വെറും ചില ആരാധനാ രൂപങ്ങളാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വലിയൊരു ശതമാനം ആളുകൾ. അവിടെയാ പ്രശ്നം. നമ്മൾ ദഅവത്ത് നടത്തുന്നു, ദഅവത്ത് നടത്തുന്നവൻ്റെ സ്വഭാവമാകണം സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നത്. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, അവിടെ നമ്മളെ പ്രശ്നം. ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് അതിലൂടെ അവരുടെ മതം പ്രചരിപ്പിക്കാനാണ്. അത് ഇസ്ലാമികമല്ല, അത് അനിസ്ലാമികമായ രീതിയാകുന്നു. ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഒരു മുസ്ലിം, ഒരു പ്രബോധകൻ, ഒരു വിശ്വാസി, അവൻ നിർബന്ധമായും ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സ്, പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു സംഘം ആളുകൾ കടന്നു വരുന്നു. അവിടേക്ക് കടന്നു വരുന്നു. അവരുടെ വസ്ത്രം പ്രവാചകൻ നോക്കി, എല്ലാം കീറിപ്പറഞ്ഞിരിക്കുന്നു, നുരുമ്പിച്ച വസ്ത്രങ്ങൾ, പഴകിയ വസ്ത്രങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വാടി. പ്രവാചകന് സങ്കടം വന്നു. നമുക്കങ്ങനെ സങ്കടം വരാറുണ്ടോ? ദരിദ്രരെ കാണുമ്പോൾ, പാവപ്പെട്ടവരെ കാണുമ്പം, അവശരെ കാണുമ്പം നമുക്കങ്ങനെ സങ്കടം വരാറുണ്ടോ? എനിക്കറിയില്ല. വരുന്നവരുണ്ടാകാം, വരാത്തവരുണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടമായി. പ്രവാചകൻ നേരെ വീട്ടിൻ്റെ അകത്തേക്ക് പോയി. സങ്കടം സഹിക്കാൻ വയ്യായ പ്രവാചകൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബിലാൽ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്ത് പ്രവാചകൻ നമസ്കരിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ പ്രസംഗം നടത്തി അവിടെ വെച്ച്. എന്താ പ്രസംഗം? റസൂലുള്ളാഹി ഓതിയ ആയത്ത് സൂറത്തുൻ നിസായിൽ 1-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങൾ ഓർക്കണം. വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതിൽ നിന്നാണ് അവൻ അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചത്. ആ 2 ഇണകളിൽ നിന്നായി കോടാനുകോടി മനുഷ്യരെ ഈ ലോകത്ത് വ്യാപിപ്പിച്ച ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ പ്രവാചകൻ പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിനെയും സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽനോട്ടക്കാരനായുണ്ട്. 1-ാമത്തെ ആയത്ത്. 2-ാമത് വീണ്ടും പ്രവാചകൻ ഓതി, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ നഫ്സും, ഓരോ ശരീരവും, ഓരോ ആത്മാവും നോക്കിക്കൊള്ളട്ടെ. എന്താ നോക്കേണ്ടത്? മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് അവൻ എന്താണ് സൂക്ഷിച്ചു വച്ചത്, നാളേക്ക് വേണ്ടി അവൻ എന്താണ് സമ്പാദിച്ചു വച്ചത് എന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു. ഈ 2 ഖുർആൻ വാക്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖമായി ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, നിങ്ങളെല്ലാവരും നിങ്ങൾ വീട്ടിലേക്ക് പോയി. ഇസ്ലാമിൻ്റെ അങ്ങേയത്തിന് ദാരിദ്ര്യമുള്ള കാലത്താണ്. അന്നാ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ വീട്ടിലേക്ക് പോയി എന്താണോ, ദീനാറോ ദിർഹമോ വല്ല ഗോതമ്പോ കാരക്കയോ ഈത്തപ്പഴമോ എന്താവട്ടെ, വീട്ടിൽ എന്തുണ്ടെങ്കിലും കൊണ്ടുവരി. ഒരു കാരക്ക മാത്രമേ നിങ്ങളുടെ വീട്ടിലുള്ളെങ്കിൽ ആ ഒരു കാരക്ക നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അങ്ങനെ സഹാബത്തൊക്കെ വീട്ടിലേക്ക് പോയി ഉള്ളതെല്ലാം പെറുക്കി കൊണ്ടുവന്നു. ഒരു സഹാബി വരുമ്പം അദ്ദേഹത്തിന് ഒരു ചാക്ക് നിറയെ കാരക്കയുമായി അദ്ദേഹം വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരെ അത് താങ്ങിക്കൊണ്ടുവന്ന് അദ്ദേഹം വീണുപോയി. ആ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ചാക്ക് അവിടെ താഴെ വീണു. അങ്ങനെ അതിന് മാത്രം
കാരക്കയുമായിട്ട് ഒരാൾ വന്നത്. അങ്ങനെ ഒരു കാരക്കുള്ളവരും പല കാരക്കുകളുമായി ആളുകൾ വന്നു. അങ്ങനെ ധാരാളം സാധനം എത്തിയപ്പോൾ പ്രവാചകന് സന്തോഷമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങി വച്ചാൽ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങി വച്ചാൽ പിന്നീട് അത് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം പോലെ തന്നെ അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിനും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന ആ ഹദീസ് കൂടി പ്രവാചകൻ അവിടെ പറഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മദീന പള്ളിയിൽ ഒരു പ്രശ്നമായിട്ട് വന്നാൽ പരിഹാരമുണ്ടായിരുന്നു എന്നതാണ്. നമ്മളെ മഹല്ലുകളിലെ പള്ളികൾ എത്രത്തോളം ശുഷ്കമാണ് ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച നിന്ന് ഒരു 10 മണിക്ക് പല പള്ളിയിലും ഞാൻ ജുമാക്കൊക്കെ പോകുമ്പോൾ കാണാം, ഒരു 10 മണി സമയത്ത് ആളുകൾ വന്ന് ചോദിക്കും, ആരാ ഇവിടുത്തെ പള്ളിൻ്റെ സെക്രട്ടറി? അപ്പം പറയൂ 10 മണിക്ക് അയാൾ 11 മണിയാവും വരാൻ, ഒരു 12 മണിയാവും വരാൻ. എന്നാൽ ഒന്ന് കാണിച്ചു തരണേ. കാണിച്ചു കൊടുക്കാൻ തന്നെ പേടിയാണ്. കാണിച്ചു കൊടുത്താൽ ചില സെക്രട്ടറിമാർക്ക് ദേഷ്യ, നിങ്ങൾ എന്തിനാ വെറുതെ ആരില്ലാതെ നമ്മളെ കാണിച്ചു കൊടുക്കുന്നു അല്ലേ? അങ്ങനെ കാണിച്ചു കൊടുത്താൽ തന്നെ അത് കിട്ടിയാൽ അത് കമ്മിറ്റിയിൽ വെക്കണം, അവിടെ വെക്കണം, ഇവിടെ വെക്കണം. ഇതിൻ്റെ പ്രോട്ടോക്കോൾ ഇങ്ങനെയല്ല, അത് ആദ്യം പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്, പിന്നെ സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം പല മഹല്ലുകളിൽ പോയാൽ കാണാം. അപ്പം എന്താ യഥാർത്ഥത്തിൽ അള്ളാൻ്റെ റസൂൽ ഈ വിഷയത്തിൽ പഠിപ്പിച്ച രീതി എന്താ? ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു കത്തുമായിട്ട് നമ്മുടെ അടുത്ത് വരിക എന്നുള്ളതിന് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ? നമ്മുടെ അടുത്തല്ലാണ്ട് അവർക്ക് വേറെ പല സ്ഥലത്തും പോകാമായിരുന്നല്ലോ. അപ്പം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ട ബാധ്യത ഒരു വിശ്വാസിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. അധികം വിശദീകരിച്ച് പറയുന്നില്ല, കാരണം നമ്മുടെ സമയം അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 177-ാമത്തെ ആയത്ത്, അത് സത്യത്തിൽ ആ ആയത്ത് അഹ്ലുൽ കിതാബിൻ്റെ ആളുകൾ അഥവാ വേദക്കാർ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവാചകനെ ആക്ഷേപിച്ച് പരിഹസിച്ച സമയത്ത് അള്ളാഹ് ഇറക്കിയിട്ടുള്ള ആയത്ത എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു. പിന്നീട് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ പറഞ്ഞു ഇതിന് സ്ഥിരതല്ല ഇസ്ലാമിന് എന്നൊക്കെ ആക്ഷേപിച്ചു. അതിന് അള്ളാഹ് പറഞ്ഞ മറുപടി, ആ മറുപടിയിൽ എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായിട്ട് അങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ട്. എന്താ പറയണത്? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിലല്ല പുണ്യമുള്ളത്. ദാ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഈ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുക, ഇതിൻ്റെ മുകളിൽ വാശിടിച്ച് നിൽക്കണ്ട. ഇത് മാത്രമൊന്നല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. പിന്നെന്താ ഈ പുണ്യം ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ? വലാകിന്നൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. പുണ്യം എന്ന് പറഞ്ഞാൽ, ബിർറ് എന്ന് പറഞ്ഞാൽ വിശ്വാസം ആദ്യം കൊണ്ട് ഉറപ്പിക്കുക. എന്താ വിശ്വാസം? ഒന്ന് ആമന ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുക, വൽ മലായികത്തി, മലക്കുകളിൽ വിശ്വസിക്കുക, വൽ കിതാബി വൻ നബിയീൻ, വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക. വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ പിന്നെന്താ പണി? വആതൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബാ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്. 6 വിഭാഗം ആൾക്കാരെ എണ്ണി പറഞ്ഞിരിക്കുക. ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുക. എങ്ങനെ കൊടുക്കണം? ഏതവസ്ഥയെ കൊടുക്കണം? വആതൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്തിനോട് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കുക. സമ്പത്തിനോട് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കൊടുക്കുക എന്നാ. സമ്പത്ത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നാ. അല്ലാതെ എല്ലാം കഴിഞ്ഞ് 10-70 കൊല്ലം ജീവിച്ചു, ഇനി എനിക്ക് 5 പൈസയും ചിലവാക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ആ തലാണിൻ്റെ ഒട്ടുള്ളതൊക്കെ നിങ്ങൾ എടുത്തോളി എന്ന് ഒരാളോട് പറഞ്ഞാൽ അതിൽ കൊടുത്തതിലൊന്നും പെടില്ല. മറിച്ച് എനിക്ക് വളരെ പണം ആവശ്യമുണ്ട്. ജനങ്ങളൊക്കെ എന്നോട് പറയുന്നു, ഇതാ എൻ്റെ മകളെ കല്യാണം കഴിക്കാനായി, നിന്റെ വീടുണ്ടാക്കാനായി, നിനക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെ വരാനുണ്ട്, മകൻ്റെ ജോലി വരാനുണ്ട്, മകനക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കണം, മകൻ്റെ വീടിൻ്റെ കാര്യം നോക്കണം. ഇങ്ങനെ പല പല ആവശ്യങ്ങൾ ജനങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു യാചകൻ വരുന്നു, അതല്ലെങ്കിൽ ഒരു ആവശ്യക്കാരൻ വരുന്നു, വീട്ടിൽ പ്രയാസമുള്ളവൻ വരുന്നു, തീരെ വീടില്ലാത്തൊരാൾ വരുന്നു, അയാൾക്ക് കൊടുക്കാൻ സാധിക്കണം എന്നാ. അത് കുറച്ച് മേലെ അല്ലേ, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വആതൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്തിനോട് പ്രിയമുള്ളപ്പോൾ അത് കൊടുക്കുക. പ്രിയമുള്ളപ്പോൾ അത് കൊടുക്കുക. ആർക്കാ കൊടുക്കേണ്ടത്? ദവിൽ ഖുർബാ, കുടുംബക്കാർക്ക്. കണ്ടോ, ഒന്നാമത് എണ്ണി തന്നെ ശ്രദ്ധിക്കേണ്ടതാ. കുടുംബക്കാർക്ക് കൊടുത്താൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാവില്ല, അതതിൻ്റെ പ്രത്യേകത. ഒരു പബ്ലിസിറ്റി ഇല്ലാതെ, ഒരു നന്ദി വാക്ക് പോലും പറയാതെ അവൻ തരേണ്ടതല്ല എനിക്ക് എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ആൾക്കാരാ കുടുംബക്കാർ അല്ലേ. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് പബ്ലിസിറ്റി ഇട്ടനെ പുറത്തു കൊടുക്കണം. അതുകൊണ്ട് കുടുംബക്കാർക്ക് കൊടുത്താൽ ഒന്നും കിട്ടൂല. ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചയക്കും പറയാം,
അപ്പം അതുകൊണ്ട് ആളുകൾ കൊടുക്കൂല. അതുകൊണ്ടായിരിക്കണം അള്ളാഹ് ആദ്യം അതങ്ങോട്ട് പറഞ്ഞു, ദബിൽ ഖുർബ, കുടുംബക്കാർക്ക് കൊടുക്കുക. തുടങ്ങേണ്ടത് അവിടുന്ന്. ഏത് സാമ്പത്തിക സഹായം, സക്കാത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയണത്, സക്കാത്തിൻ്റെ കാര്യം വേറെ പറയുന്നുണ്ട്. സക്കാത്ത് അല്ലാത്ത സഹായത്തിൻ്റെ കാര്യമാണ്. നമ്മൾ സക്കാത്ത് കുടുംബത്തിന് തുടങ്ങല, എന്നാൽ പിന്നെ പുറത്തേക്ക് പോകില്ലല്ലോ. 2.5% കാര്യമല്ല ഇവിടെ പറയുന്നത്. 96% നമ്മളെ കയ്യിലുള്ള പണം അത് കൊടുക്കേണ്ടത് ആദ്യം കുടുംബക്കാർക്കാണ്. പിന്നെ വൽ യതാമ, അനാഥർ, വൽ മസാക്കീൻ, മിസ്കീന്മാർ, അഗതികൾ, വബിനസ്സബീൽ, വഴിയാത്രക്കാർ. ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടേ, ഗൾഫിൽ പോകാൻ വിസക്ക് ഒരാൾ നിങ്ങളടുത്ത് ഒന്ന് പറയാം, എനിക്കൊരു 25,000 റുപ്യ കിട്ടിയാൽ എനിക്ക് നാളെ ഒരു വിസ റെഡി ആയിട്ടുണ്ട്, നാളെ എനിക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റും, 25,000 റുപ്യ നിങ്ങൾ ശരിയാക്കി തരും, ടിക്കറ്റിൻ്റെ പൈസ തരാനല്ലേ, നമുക്ക് എന്തോ ഉറപ്പാണുള്ളത്, അത് തരാൻ പറ്റില്ല മോനെ എന്നാ പറയാം അല്ലേ. ഏത് വകുപ്പിലാണ് വിടുക, തരുമെന്നൊരു ഉറപ്പില്ല. ഗൾഫ് കണ്ട് പോയ പിന്നെ ഓനെപ്പോഴാണ് കിട്ടുക, അതൊക്കെ ആയിരിക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്നൊരു ഒരു ആളാണ്. അയാൾ 2 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. വിസ വന്നു, വിസക്ക് 30,000 റുപ്യ വിസ വേണം, വിസക്ക് വേണം. 30,000 റുപ്യ ചോദിച്ച് 2 ലക്ഷം കൊടുത്ത ആളോട് പറഞ്ഞു, എനിക്ക് ഞങ്ങൾക്ക് 2 ലക്ഷം റുപ്യ തന്നതല്ലേ, അതിനൊരു 30,000 കടം തരി, ഞാനൊരു 6 മാസം കഴിഞ്ഞാൽ ഉടനെ എത്തിച്ചേരാൻ. അയാൾ കൊടുത്തില്ല, അയാൾ പറഞ്ഞു തരാൻ പറ്റൂല. പിന്നെ നാട്ടിൽ മുഴുവൻ നടന്നിട്ടാണ് 30,000 മൂപ്പര് ഉണ്ടാക്കിയത് ഗൾഫിലേക്ക് പോകാൻ. വബിനസ്സബീൽ, വഴിയാത്രക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ഗൾഫിലേക്ക് പോകാൻ നല്ല ഉദ്ദേശം വെച്ച് യാത്ര ചെയ്യാൻ പോകുക ഒരാൾ. അയാളെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാകുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതാണ് വബിനസ്സബീൽ, നീ യാത്രക്കാർ വഴിയിലെത്തി, ബസ്സിന് പൈസ നഷ്ടപ്പെട്ടു പോയി, ട്രെയിനിന് പൈസ ഇല്ല, അങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നു. ഇപ്പോൾ ബംഗാളികളൊക്കെ ഒരുപാട് മറ്റ് സംസ്ഥാനക്കാർ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊരാഴ്ച ജോലി ഇല്ലാതായി, ബുദ്ധിമുട്ടി. നമ്മളെടുത്ത് വന്നാൽ നമ്മൾ കൊടുക്കണം. കണ്ട ആളുകൾക്ക് നമ്മൾ എന്തിനാ പൈസ കൊടുക്കണം ചിന്തിക്കേണ്ട, വകുപ്പുണ്ട് ഇസ്ലാമിൽ, അവർക്ക് കൊടുക്കാൻ വകുപ്പുണ്ട്. അവർക്ക് നമ്മുടെ പണത്തിൻ്റെ ഒരു വിഹിതം അവർക്കുള്ളതാ, നമ്മൾ അല്ലാഹു ഏൽപ്പിച്ചതാണ് അവർക്ക് കൊടുക്കാൻ, അവരതിൻ്റെ അവകാശികളാ. അതുകൊണ്ടാണ് നമ്മൾ അവരോട് കൊടുക്കണം എന്ന് പറയുന്നത്, അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥന. വബിനസ്സബീൽ വസ്സായിലീൻ, ചോദിച്ചു വരുന്നവർ, വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്ന കാര്യം, ഇതിലൊക്കെ നിങ്ങൾ പണം ചെലവാക്കുക, അതും ബിർപ്പെട്ടതാണ്. പിന്നെ പറയാം അഖാമസ്വലാ, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക. അത് ഞാൻ നേരത്തെ പറയാം, 2% കാര്യം പിന്നെ പറയേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കുക. പിന്നെ അവിടെ അവസാനിപ്പിക്കുന്നില്ല, വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു, വല്ല കരാറിലും ഏർപ്പെട്ടാൽ അത് പാലിക്കുക. വല്ലാത്തൊരു ദുരന്തത്തിൻ്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ചില ആളുകളുടെ ഒക്കെ ഇടപാട് ഇങ്ങനെ കാണും. പള്ളിയിലിരുന്ന് ചില ആൾക്കാർ ഫോൺ ചെയ്യുന്നത്, നോണ പറഞ്ഞ് ഫോൺ ചെയ്യുന്നത് കാണാം. പണം കൊടുക്കാനുള്ള ആൾക്കാർ, പണം വാങ്ങാനുള്ളവർ കടം ചോദിച്ച് വിളിക്കുമ്പോൾ അല്ലേ, ഇത്രാം തീയതി കൊടുക്കാമെന്ന് പറയും. 1-ാം തീയതി രാവിലെ 10 മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാറിഞ്ഞാൽ പിന്നെ ഫോൺ ഓഫാ, പിന്നെ ഫോൺ എടുക്കുകയില്ല. കാരണം എന്താ, 10 മണിക്ക് വിളിക്കുമല്ലോ, ഓഫാക്കിയിട്ടേക്ക ഫോൺ, വേറെ ഫോണിലാണ് പിന്നെ സംസാരം. ഇങ്ങനെ 4-5 സിം ഉപയോഗിക്കുക ആളുകൾ. എന്തിന്? കൊടുക്കാനുള്ളവൻ വിളിച്ചാൽ എടുക്കാതെക്കാൻ അല്ലേ. അപ്പം കരാറ് പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കണം ഒരു വിശ്വാസി. ഞാൻ 4 മണിക്ക് ഇന്ന സ്ഥലത്തുണ്ടാവുന്ന അവിടെ ഉണ്ടായിരിക്കണം. അത് 4:10 ആകാൻ പറ്റൂല, 4:05 ആകാൻ പറ്റൂല, 4 മണിക്ക് ഉണ്ടാവുന്നതാണ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കാൻ കഴിയണം, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടായില്ല. ചിലപ്പോൾ അങ്ങനത്തെ വല്ല ശരയ്യായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് പറയണം അല്ലേ. അതിനൊന്നും ഒരു വിലയും നിലയില്ല. ബസ് കയറിയിട്ട് ഫോൺ ചെയ്യും, ഗുരുവായൂരാണ് ആളുണ്ടെങ്കിൽ പറയും ഞാൻ കാസർഗോഡാന്ന് പറയും. കാരണം ആർക്കും പിടിക്കാൻ പറ്റൂലല്ലോ അല്ലേ. പോലീസിനും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പിടിക്കാം, പക്ഷേ സാധാരണക്കാർ വിശ്വസിക്കുമല്ലോ. ഞാൻ അങ്ങനെ ആലോചിക്കും. ഒരു ദിവസം ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് തെക്ക് ഭാഗത്തു നിന്ന് ഒരാൾ ഫോൺ ചെയ്തിട്ട് പറയാം അപ്പോൾ വയനാട്ടാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് ചെങ്ങായി ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടെന്നുള്ള മെസ്സേജ് ഇട്ടാൽ ഇവർ നാട്ടുകാരെങ്ങോട്ടാണ് തിരഞ്ഞു പോവുക, കൊല്ലത്തേക്കോ അതോ വയനാട്ടിലേക്കോ? ഓൻ വയനാട്ടിലാണെന്നാണ് അപ്പോൾ ഫോണിൽ പറയണത്, പക്ഷേ മൂപ്പരുള്ളത് തെക്കുള്ളൊരു ജില്ലയിലാണ്. അപ്പം അങ്ങനെ നുണ പറയാം. ഇതൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത് ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ. അതുപോലെ പല നിലക്കും പണമുണ്ടാക്കുന്നവർ യാതൊരു കരാറും പാലിക്കുന്നില്ല. കൊടുക്കാന്ന് പറഞ്ഞാൽ അത് മറന്നുപോയി, എന്ത് എളുപ്പമാരോ, മറന്നുപോയിട്ടോ, മറന്നുപോകാൻ പാടുണ്ടോ? ഇക്കാലത്ത് പ്രത്യേകിച്ച് മറന്നുകൊണ്ട് ആവശ്യമില്ല, കാരണം മൊബൈലും സംവിധാനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പം ഇങ്ങനെ മറന്നു പോവുക. അപ്പം ഇങ്ങനെ കരാറ് പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നമസ്കാരം പോലെ പ്രധാനമാണ് എന്നാ. അപ്പം ബിർറ് എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയി കെട്ടേണ്ട മതത്തിനെ. മതം അതൊരു വിശാലമായ കാര്യമാണ്, എല്ലാ രംഗത്തും ശ്രദ്ധിക്കണം. പിന്നെയോ വിഷമവും കഷ്ടപ്പാടും യുദ്ധവും ഒക്കെ ഉണ്ടാകുന്ന സങ്കടത്തിൻ്റെയും സന്താപത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കാൻ കഴിയണം. അതും മതത്തിൽപ്പെട്ടതാ. ഉലൈകല്ലദീന സദഖൂ, അവരാണ് സത്യം പറഞ്ഞവർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ,
അവരാണ് മുത്തഖീങ്ങൾ. അപ്പോൾ ആരാ മുത്തഖീങ്ങൾ എന്ന് അതങ്ങനെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് ഇവിടെ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ആളുകൾ 6 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. 1 വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, 2 സാമ്പത്തിക വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യം, 3 നമസ്കാരം, 4 സക്കാത്ത്, 5 കരാർ, 6 ക്ഷമ. 6 കാര്യങ്ങൾ ഇവിടെ ഒന്നിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. കാരണം അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അത് ഏതെങ്കിലും ഒന്നിൽ മാത്രം വിജയിച്ച് ഞാനൊരു ഭക്തനാകുന്നു എന്നാരും വിചാരിക്കേണ്ടതില്ല എന്ന അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കാണാം. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക, ആ ഹദീസിൽ കാണുന്നത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളൊരു ഭക്തന, അങ്ങേറ്റം ഭക്തന. അദ്ദേഹം ഒരു മഠത്തിൽ താമസിച്ച് 60 കൊല്ലം ആരാധന നിർവഹിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളിൽപ്പെട്ടൊരു കഥയാണ്. ബനു ഇസ്രായേലിലെ ഭക്തനായ ഒരു മനുഷ്യൻ 60 കൊല്ലം ഒരു മഠത്തിൽ നിന്ന് മഠത്തിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ മഠത്തിൽ നിരന്തരമായി ഭക്തിയോടുകൂടി ആരാധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 60 കൊല്ലം കഴിഞ്ഞപ്പം മൂപ്പര് മലൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കി, പുറമേക്ക് നോക്കിയപ്പോൾ നല്ല മഴ പെയ്തിട്ട് ആ താഴ്വരയാകെ പച്ച പിടിച്ച് കിടക്കുന്നു. കൗതുകകരമായി കണ്ണുകൾക്ക് ആനന്ദമുണ്ടാക്കുന്ന രീതിയിൽ ആകെ പച്ച പിരിച്ച ആ താഴ്വര കണ്ടപ്പം ആ ഭക്തന് തോന്നി, എന്നാൽ ഞാൻ ഈ മലൻ്റെ മുകളിൽ താഴേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് താഴെ പോയിട്ടൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ എനിക്ക് കൂടുതൽ പുണ്യം കിട്ടുമല്ലോ എന്ന് മൂപ്പര് വിചാരിച്ചു. മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോൾ മൂപ്പരെ കയ്യിൽ 1-2 അപ്പക്കഷ്ണങ്ങൾ, ആ മടത്തുനിന്ന് 1-2 അപ്പക്കഷ്ണങ്ങൾ എടുത്ത് കൈ പിടിച്ചിട്ട് അയാൾ താഴേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു സ്ത്രീയെ കണ്ടു. അദ്ദേഹം സ്ത്രീയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പം സ്ത്രീയുമായി അനുരാഗത്തിലായി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുരാഗത്തിലായി. അവർ ഒന്നിച്ച് ശയിച്ചു, കിടന്നുറങ്ങി. 2 ആളും കിടന്നുറങ്ങി. ഉറക്കം ഉണർന്നപ്പോഴാണ് കുളിക്കണമല്ലോ എന്നുള്ള ചിന്ത വന്നത്. അങ്ങനെ ഈ ഭക്തൻ കുളിക്കാൻ വേണ്ടി പോയി. കുളക്കരയിലെത്തിയപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരനുണ്ട്. ഇയാളെ കയ്യിലെ അപ്പം ഭിക്ഷക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. 2 അപ്പവും ഭിക്ഷക്കാരന് കൊടുത്തു. ഭിക്ഷക്കാരന് കൊടുത്തോടുകൂടി ഇയാൾ മരിച്ചു വീഴുകയും ചെയ്തു. പരലോകത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 60 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ആരാധനകൾ മുഴുവൻ തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു. വ്യഭിചാരം എന്ന പാപം മറ്റേ തട്ടിലും വെച്ചു. വ്യഭിചാരത്തിനാണ് കനം കൂടിയത്. രക്ഷപ്പെടൂല അദ്ദേഹം. അപ്പോൾ 2 അപ്പക്കഷ്ണങ്ങൾ ഭിക്ഷക്കാരന് കൊടുത്ത ആ നന്മ കൂടി അയാളുടെ 60 കൊല്ലത്തെ ആരാധനയുടെ കൂടെ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭാരം, ആ പാപത്തേക്കാൾ കൂടിയ ഭാരം ഇപ്പുറം വന്നു എന്നാണ്. അപ്പം ഭിക്ഷക്കാരന് കൊടുത്ത ആ പുണ്യം അദ്ദേഹത്തിനെ മുക്തിയിലെത്തിച്ചു, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയിലുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞ അർത്ഥം? ഇത്തരം നന്മകൾ ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ നമസ്കാരത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിങ്കൽ ഇത് സ്വീകാര്യമായേക്കും. നമസ്കരിക്കേണ്ടെന്നല്ല, നമസ്കാരം മുസ്ലിമിന് നിർബന്ധമാണ്. മാത്രമല്ല അവിശ്വാസിയെയും വിശ്വാസിയെയും തമ്മിൽ വേർതിരിക്കുന്നത് നമസ്കാരമാണ്. ഒരാൾ നമസ്കരിക്കില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മുസ്ലിം അല്ല എന്നാണ്. പിന്നെ വേറെ ചർച്ച ഒന്നുമില്ല. നമസ്കരിക്കാത്തതിൻ്റെ കാര്യത്തിൽ പിന്നെ ചർച്ചനില്ല. പക്ഷേ നമസ്കരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നമസ്കാരത്തെക്കാൾ ഒരു പക്ഷേ അല്ല വേറെ നമ്മളെ മറ്റ് കർമ്മങ്ങൾ സ്വീകരിച്ചേക്കാം നമ്മൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ എന്നാണ്. കാരണം ഒരു ഹദീസ് നോക്കി നിങ്ങൾ, വിധവകളുടെ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ, വിധവകൾക്കും അഗതികൾക്കും വേണ്ടി അധ്വാനിക്കുന്നവർ. വിധവകൾക്കും അഗതികൾക്കും വേണ്ടി അധ്വാനിക്കുന്നവർ. ഈ അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുക, വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ വല്ല പണം ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നൊന്നുമില്ല. പണം ഉള്ളവർ കൊടുത്താൽ മതി, ഇല്ലാത്ത ആൾക്കാർ കൊടുക്കണ്ട. ഒരു അപേക്ഷാ ഫോമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുത്തൂടെ? ഇന്ന് നമ്മളെ സർക്കാർ ധാരാളം ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇത്തരം ആളുകൾക്ക്, അഗതികൾക്ക്, മക്കളില്ലാത്തവർക്ക്, ഭർത്താവില്ലാത്തവർക്ക് ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോലും നമ്മളെ ഇത്തരം ആളുകൾ തയ്യാറാവുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പ്രത്യേകം എടുത്ത് പറയാൻ വിചാരിച്ചത്. കാരണം നമ്മളെ മഹലിൽ അവശത അനുഭവിക്കുന്ന ആളുകൾ ഇനി ഉണ്ടാകരുതെന്നുള്ളൊരു നിർബന്ധം നമുക്കുണ്ടാവണം. അത് നമ്മളെ ദഅവത്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതുപോലെ തന്നെ നമ്മളെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മുടെ മഹലിൽ ജീവിക്കുന്ന, നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, അവശത അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കണ്ടെത്താനുള്ള സംവിധാനം മനസ്സിലുണ്ടാകണം. നമ്മളതിനൊരു പ്രചോദനമായി എടുക്കണമെന്നുകൊണ്ട് തന്നെയാണ് നിർബന്ധമായിട്ട് ഈ വിഷയം എടുത്തിട്ട്. അതുകൊണ്ട് അപ്പോൾ നോക്കുന്നത് അസ്സായി അലൽ അർമല വൽ മിസ്കീൻ, അഗതികൾക്കും വിധവകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ. സായി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി ഓടുന്നവർ, അവർക്ക് വേണ്ടി ഓഫീസിൽ പോയി ഫോറമായി കൊണ്ടുവന്നത് ഫില്ല് ചെയ്ത് കൊടുത്ത്, നാട്ടുകാരെ കണ്ട്, സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ കണ്ട് അതൊക്കെ സംഘടിപ്പിച്ചൊരു വീടുണ്ടാക്കണമെങ്കിൽ വീടുണ്ടാക്കി കൊടുത്ത്, അവിടെയൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ അതൊക്കെ ചെയ്തു കൊടുത്ത്, അങ്ങനെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ അവരാരെപ്പോലെയാണ്? കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിൻ്റെ റസൂൽ പറയാം അക്കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന മുജാഹിദുകളെ പോലെയാണ് അവർ. എന്താ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, ഇസ്ലാമിക യുദ്ധം ചെയ്യുന്നത് പോലെ പ്രധാനമാണ് അഗതികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അധ്വാനിക്കുക. പിന്നെ അദ്ദേഹം പറയാണ്, ഇങ്ങനെയും കൂടി പ്രവാചകൻ പറഞ്ഞു തോന്നുന്നുണ്ട്. എന്താ? വൽ ഖായിമു അല്ലദീ ലാ യഫ്തുർ, ഒരു ക്ഷീണവും ബാധിക്കാതെ രാത്രി ഉടനീളം നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയാണ് അവൻ. വക്കസ്വാഇമില്ലദീ ലാ യുഫ്തർ, ദിവസവും നോമ്പനുഷ്ഠിക്കുന്നത് പോലെയാണ് അവൻ എന്നും പ്രവാചകൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ്. അപ്പോൾ ഇത്ര കൂലി, നിരന്തരമായി നോമ്പനുഷ്ഠിക്കുന്നവൻ, നിരന്തരമായി നിന്ന് നമസ്കരിക്കുന്നവൻ, അത്രമാത്രം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ, അവർക്കൊക്കെ തുല്യമാണ് ആര്? അഗതികൾക്കും ഇത്തരം വിധവകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അപ്പോൾ നോക്കി നിങ്ങൾ ഇതിൻ്റെ കൂലി എത്രയാണ്. പക്ഷേ പല ആൾക്കാർക്കും ഇതറിയില്ല, പല ആളുകളും ഇതിന് തയ്യാറാവുന്നില്ല. അത് പല കാരണങ്ങളുണ്ട് തയ്യാറാവാതിരിക്കാൻ. എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്ന്, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ചിലപ്പോൾ ആളുകൾ പല കാര്യങ്ങളും പറയും, അത് കേൾക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം എടുത്ത് നോക്കി. മൂസാ നബി അലൈഹി സ്വലാം, അദ്ദേഹം ഫിർഔൻ അദ്ദേഹത്തെ വധിക്കും, അല്ലെങ്കിൽ ഫിർഔൻ അദ്ദേഹത്തെ പിടിക്കുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു, മദിയൻ എന്ന സ്ഥലത്തേക്ക് പോയി. മദിയൻ എത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 സ്ത്രീകളെ കണ്ടു. അവരാടിന് വെള്ളം കൊടുക്കാൻ വന്ന ആൾക്കാരാണ്, 2 സ്ത്രീകൾ. അവരടുത്തേക്ക് മൂസാ നബി വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ആടിന് വെള്ളം കൊടുക്കാൻ വന്നതാണ്, പക്ഷേ ഈ പുരുഷന്മാർ മുഴുവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അവർക്കിടെ തെക്കുണ്ടാക്കിയിട്ട് വെള്ളം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ മൂസാ നബി പോയിട്ട് ആടിന് വെള്ളം മുക്കി കൊടുത്തു. അങ്ങനെ ആ 2 പെൺകുട്ടികളെയും മൂസാ നബി സഹായിച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാം മാറി നിന്നു. എന്നിട്ട് ഒരു തണൽ ഭാഗത്തേക്ക് മൂസാ നബി മാറി നിന്നിട്ട് പറഞ്ഞു, ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, എൻ്റെ റബ്ബേ, നീ ഇറക്കി തരുന്ന എല്ലാ നന്മകൾക്കും ഫക്കീറായ ഈ ഫക്കീർ അത് അർഹതപ്പെട്ടവനാവുന്നു റബ്ബേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആവശ്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നാട്ടിൽ എന്തെങ്കിലും പേരിൽ ഒരു ജോലി കിട്ടിയാൽ നന്ന്, എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ നന്ന്, എല്ലാ ആവശ്യമുണ്ട് മൂസാ നബിക്ക്. കാരണം ഓടിച്ചെന്ന ഒരാളാണ് അവിടേക്ക്, അദ്ദേഹത്തെ ആരും സഹായിക്കാനില്ല അവിടെ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു സേവനം ചെയ്യുന്നു. അത് പറയാനാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം ഒരു സേവനം ചെയ്യുക, ആ പെൺകുട്ടിയേക്ക് സഹായിച്ചു കൊടുക്കുക. പക്ഷേ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണില്ല. അദ്ദേഹം ഇതിന് മാറി നിന്നു. എന്നിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹിനോട്, അള്ളാഹുവേ, ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് വന്നതാണ്, ഏതെങ്കിലും നിലയ്ക്ക് എന്നെ സഹായിക്കണേ. ഈ പെൺകുട്ടികൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, വാപ്പാനോട് പോയി പറഞ്ഞു, വാപ്പ ഇങ്ങനെ ഒരാളെ കണ്ടു, വളരെ നല്ല മാന്യനാണ്, ഞങ്ങളൊന്നും ചോദിച്ചില്ല, ഞങ്ങളുമായിട്ടൊരു സംസാരമില്ല, മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വെള്ളം മുക്കി തന്നു, അദ്ദേഹം മാറിപ്പോയി. അതുകൊണ്ട് ജോലിക്ക് നിർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ നിർത്തേണ്ടത് എന്ന് ആ പെൺകുട്ടികൾ വാപ്പാനോട് പോയി പറഞ്ഞു. കാലത്ത് ഇഹ്ദാഹുമാ, അവരിൽ ഒരാൾ ഉപ്പാനോട് പറയുന്നു, യാ അബത്തി, എൻ്റെ ഉപ്പ, ഇസ്തഅ്ജിറുഹു, അദ്ദേഹത്തെ ജോലിക്ക് നിർത്തണം. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, ജോലിക്ക് നിർത്താൻ യോഗ്യന്മാരാരാ? കവിയും അമീനുമായ ആൾക്കാരാണ്. അതിനുള്ള യോഗ്യതയും വേണം, അതിനുള്ള വിശ്വസ്തതയും വേണം. ഇത് രണ്ടും ഉള്ള ഒരു മനുഷ്യനാണ് അവിടെ ഉള്ളത്. ആ യുവാവിന് രണ്ടുമുണ്ട്. നല്ല ആരോഗ്യമുണ്ട്, പണിക്കൊക്കെ പറ്റിയ ഒരാളാണ്, പിന്നെ നല്ല വിശ്വസ്തനാണ്. മോശമായിട്ടൊന്നും അയാളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട, അത്ര നല്ല മനുഷ്യനാണ്. അയാൾ നമുക്ക് ജോലിക്ക് നിർത്തിയാൽ എന്താന്ന് വാപ്പനെ പോയി പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ ആയിരിക്കണം സാമൂഹ്യ പ്രവർത്തകന്മാർ, അല്ലാതെ അത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പലപ്പോഴും അങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് വിമർശനങ്ങൾ വരുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ ഇത്തരം നന്മകൾ തടയല്ല വേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഇസ്ലാമിക പ്രബോധകന്മാർ എന്ന നിലക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ജനങ്ങളോട് കരുണ കാണിക്കുന്നവർക്ക് അവരോട് അള്ളാഹുവും കാരുണ്യം കാണിക്കും. ഇർഹമു അഹ്ലൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമർ, അദ്ദേഹം ഒരിക്കൽ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. രാത്രിയാണ് സമയം. രാത്രി വളരെ ദൂരെ നിന്നും അദ്ദേഹം ഒരു വെളിച്ചം കാണുന്നു. അദ്ദേഹം ആ വെളിച്ചത്തിനടുത്തേക്ക് പോയി
ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥിരം ഏർപ്പാടാണല്ലോ രാത്രി യാത്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലെ ഭരണീയരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നതാണ്. അങ്ങനെ ദൂരെ നിന്ന് വെളിച്ചം കണ്ടു. അദ്ദേഹം അങ്ങോട്ട് ചെന്നു. വളരെ അടുത്തെത്തിയപ്പോൾ ഒരു ടെൻ്റ് ഇങ്ങനെ കാണുന്നു. ദൂരെ ഒരു ചെറിയൊരു ടെൻ്റ് കെട്ടിണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പിന്നെ കുറേം കൂടി അടുത്തേക്ക് ചെത്തിയപ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു. ഒട്ടകത്തിനടുത്തൊരു മനുഷ്യനെയും കണ്ടു. ഉമർ റളിയല്ലാഹു വീണ്ടും അടുത്തേക്ക് ചെന്നു. അയാളെടുത്ത് ചെന്നു. അയാൾ ആകെ എന്തോ ദുഃഖിതനായി നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പാറിപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുടി, ആകെ മെലിഞ്ഞൊട്ടിയ ശരീരം, കൈകാലുകളൊക്കെ വളരെ ചെറിയ മെലിഞ്ഞൊട്ടിയ കൈകാലുകൾ. ഇതൊക്കെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു മനസ്സിലായി ഇദ്ദേഹം ഒരു ഗ്രാമീണനാണ്. എന്തായാലും വേണ്ടിയില്ല, സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അയാൾ മടക്കിയില്ല. കാരണം അദ്ദേഹം കേൾക്കണില്ല പറയണത്. അദ്ദേഹം എങ്ങോട്ടോ നോക്കി നിൽക്കുക. സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്തെ ദുഃഖവും സങ്കടവും പേര് എങ്ങോട്ടോ അശ്രദ്ധനായി നിൽക്കുകയാണ്. വീണ്ടും സലാം പറഞ്ഞു. അദ്ദേഹം മടക്കുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ആരാ നിങ്ങൾ? ഉമർ റളിയല്ലാഹു കണ്ടപ്പോൾ അദ്ദേഹം ആകെ പേടിച്ചു. ആരാ നിങ്ങൾ? ഉമർ റളിയല്ലാഹു പലതും പറഞ്ഞു നോക്കി. അദ്ദേഹം കേൾക്കണില്ല. ഉടനെ പോകാൻ പറഞ്ഞു. പെട്ടെന്ന് ഇവിടുന്ന് പോകണം. വാളൂരി അദ്ദേഹം അറാബി ആ മനുഷ്യൻ വാളൂരിയിട്ട് പറഞ്ഞു ഉടനെ ഇവിടുന്ന് പോകണം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, സഹോദര ക്ഷമിക്കണം, എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, വല്ലതും സഹായിക്കണമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വന്നതാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ആരാ? ഞാൻ മദീനയിലാണ് താമസം എന്നും റളിയല്ലാഹു മറുപടി പറഞ്ഞു. ആരാ നീ? ഞാനൊരു അടിമയാണ് എന്ന് പറഞ്ഞു. ആരുടെ അടിമയെന്ന് ചോദിച്ചപ്പം, അല്ല എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശബ്ദം കേട്ടു. ടെൻറ്റിൻ്റെ അകത്ത് നിന്നൊരു ശബ്ദം, ഒരു സ്ത്രീ കരയുന്ന ശബ്ദമാണ്. ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആരാണ് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ ദുഃഖം, എൻ്റെ അശ്രദ്ധയുടെയും ദുഃഖത്തിൻ്റെയും ബേജാറിൻ്റെ ഒക്കെ പ്രശ്നം ആ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള സ്ത്രീയാണ്, അതെൻ്റെ ഭാര്യയാണ്. പ്രസവവേദന കാരണം കൊണ്ട് കരയാണ് അവൾ. ഞങ്ങളൊരു യാത്രയിലായിരുന്നു, പെട്ടെന്നാണ് അവൾക്ക് പ്രസവവേദന വന്നത്. അവളതാ പ്രസവിക്കാനായി സമയമായിട്ടുണ്ട്. ടെൻറ്റ് കെട്ടി ഒരാളെയും സഹായിക്കാനില്ലാതെ ബേജാറായി നിൽക്കാൻ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ സഹായിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ടുവരട്ടെ. അദ്ദേഹം പറഞ്ഞു, എനിക്കില്ല, പണമൊന്നും കൊടുക്കാൻ കഴിയില്ല, ഇനി പണം കൊടുത്തിട്ടൊന്നും സ്ത്രീനെ കൊണ്ടുപോയി നിർത്താനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ആ സ്ത്രീ പൈസ ഒന്നും വാങ്ങൂല, ഞാൻ കൊണ്ടുതരാം. അങ്ങനെ അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി ഭാര്യനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഒരു പ്രസവം നടക്കാൻ പോകുന്നു, നിനക്ക് ആ ഒരു സഹായിക്കാൻ നീ വരണം. അങ്ങനെ രണ്ടാളും കൂടി തിരിച്ചു വന്നു. വരുന്ന സമയത്ത് വെണ്ണയും വീട്ടിലുള്ള ഒലിവെണ്ണയും കുറച്ച് പാലും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അവർ വന്നു. അത് വന്ന സമയത്ത് ആ ഗ്രാമീണൻ്റെ കയ്യിൽ ഇത് രണ്ടും കൊടുത്തു. ഗ്രാമീണൻ അത് കുടിച്ച് വലിയ സന്തോഷമായി. അങ്ങനെ ഗ്രാമീണൻ ഇദ്ദേഹത്തോട് പലതും ചോദിച്ചുകൊണ്ടിരുന്നു, ഒരുപാട് കാര്യങ്ങൾ, സുദീർഘമായ കഥയാണ്, ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ അതിനിടക്ക് അകത്ത് നിന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സുഹൃത്തിനോട് ഒരു ആൺകുട്ടി ജനിച്ച സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലായത് അമീറുൽ മുഅ്മിനീനാണോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു ക്രൂരനാണെന്നൊക്കെ ഇയാൾ കേട്ട വിവരങ്ങളൊക്കെ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം വെച്ചപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ ഈ അമീറിനോടായിരുന്നു, ഖലീഫയോടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉമർ റളിയല്ലാഹു തിരിച്ചു പോന്നു. ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ, എത്രമാത്രം നമ്മൾ തിരക്കുള്ളവരാണ് നമ്മൾ പറയും. പക്ഷേ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെയൊക്കെ തിരക്കെത്രയാണ്. പക്ഷേ അവരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടത് ഇത്ര സമയങ്ങളിലാണ്. നമ്മുടെ ഉറക്കൽപ്പം കുറയേണ്ടി വരും, നമ്മുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കുറച്ച് കുറയ്ക്കേണ്ടി വരും, നമ്മുടെ സമയം കുറച്ച് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. വരും ജീവിതത്തിൽ നമസ്കാരം പോലെയും നോമ്പ് പോലെയും പാലിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ എല്ലാ രംഗത്തും നമ്മളുടെ ശ്രദ്ധയുണ്ടാകണം. ഇപ്പോൾ നായക്ക് വെള്ളം കൊടുത്ത കഥ പറയുന്നുണ്ടല്ലോ അല്ലേ. നായക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നായാന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം അലർജി ആൾക്കാർക്ക്. ഇപ്പം നായാന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ്. കാരണം നായ കൊല്ലപ്പെടാൻ ജനിച്ച ജീവിയാണ് എന്ന ധാരണയിലാണ്. അങ്ങനെ ഉണ്ടോ? അള്ളാൻ്റെ സൃഷ്ടികൾ അങ്ങനെ കൊന്നു ഉറക്കേണ്ട സൃഷ്ടികളാണ്. അങ്ങനെ കൊല്ലുന്നവർ കൊന്നോട്ടെ, അത് വേറെ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ വേറെ വശങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ജീവി എന്ന നിലയ്ക്ക് അതിനോട് ചില പരിഗണന ഉണ്ടല്ലോ. നോക്കൂ, നിങ്ങളൊരു ഹദീസ് കാണാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈന റജുലിൻ യംശി ഫസ്തദ്ദ അലൈഹിൽ അതിഷ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഒരു മനുഷ്യനിങ്ങനെ നടന്നു വരികയായിരുന്നു. ഫസ്തദ്ദ അലൈഹിൽ അതിഷ്, അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം തോന്നി. ഒരു മനുഷ്യന് വല്ലാത്ത ദാഹം തോന്നി. ഫനസല ബിഇറൻ, അപ്പോൾ തൊട്ടടുത്തൊരു കിണർ കണ്ടു. അയാൾ ആ കിണറിൽ ഇറങ്ങി. ഫശരിബ മിൻഹാ സുമ്മ ഖറജ, അപ്പോൾ അദ്ദേഹം ആ കിണറിൽ ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഫഇദാ ഹുവ ബികൽബിൻ യൽഹസു യഅകുലു സറാ മിനൽ അതിഷ്, അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നായനെ കണ്ടു. ആ നായണ്ട് മണ്ണിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നു. ആ മണ്ണിൻ്റെ കുളിപ്പ് കൊണ്ട് നായ ദാഹം മാറ്റാൻ ശ്രമിക്കുക.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ഫഖാൽ ലഖദ് ബലാഹാദ മിസ്ലുല്ലദീ ബലഅ ഫീ ഫമലഅ ഫനസല ബിഅറൻ ഫമലഅ ഖുഫഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നായ ഞാൻ എന്തൊരാവശ്യത്തിനാണോ ഇവിടെ വന്നത് അതേ ആവശ്യത്തിന് തന്നെയാണ് ഈ നായയും വന്നിട്ടുണ്ടാകുക, നായക്കും ദാഹിക്കുന്നുണ്ടാവണം. അതും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഷൂവുമായി അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഷൂവിൽ വെള്ളമെടുത്തു. സുമ്മ അംസക്കഹു ബിഫീഹി, അദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് അത് കടിച്ചു പിടിച്ചു, ആ ഷൂ വെള്ളമാക്കി നിറച്ചിട്ട്. സുമ്മ റക്കിയ ഫസക്കൽ കൽബ്, എന്നിട്ട് മുകളിലേക്ക് കയറി വന്നിട്ട് ആ നായക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ നായ വയറ് നിറയുന്നത് വരെയും അദ്ദേഹം വെള്ളം കൊടുത്തു. അപ്പം ആകെ ചെയ്ത നന്മ അതാ. അദ്ദേഹം വേറെ എന്തെങ്കിലും അമൽ ചെയ്തു തോന്നുന്നു ഇവിടെ പറയണില്ല. അപ്പോൾ ഫശക്കറല്ലാഹു ലഹു, അദ്ദേഹത്തിനോട് അള്ളാഹു നന്ദി കാണിച്ചു. എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിനെ സഹായിച്ചു. അള്ളാഹുവിൻ്റെ സൃഷ്ടിനെ അദ്ദേഹം സഹായിച്ചു. അതിന് അള്ളാഹു അദ്ദേഹത്തോട് നന്ദി കാണിച്ചു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും സൈന്യവും പോകുമ്പം ഒരു കൂട്ടം ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞു, അതാ സൈന്യം വരുന്നു, മാറിക്കോ എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കേൾക്കുന്നു, മനസ്സിലാവുന്നു ഉറുമ്പിൻ്റെ ശബ്ദം. അദ്ദേഹം വഴിതിരിച്ചു വിട്ടു സൈന്യത്തിൻ്റെ. എന്താ കാരണം? ഉറുമ്പല്ലേ, കൊല്ലപ്പെടേണ്ടവനല്ലേ എന്ന് ചിന്തിച്ചില്ല. ഇസ്ലാമിക ചരിത്രം മുഴുവെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ലോകത്തുള്ള സകല ജീവജാലങ്ങളോടും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവജാലങ്ങളോടും സ്നേഹത്തോടു കൂടിയും കാരുണ്യത്തോടു കൂടിയും പെരുമാറാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ ഫശക്കറല്ലാഹു ലഹു, അദ്ദേഹത്തിനോട് അള്ളാഹു നന്ദി കാണിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. കാലു, അപ്പം സഹാബത്ത് ചോദിക്കുക, ഈ കഥ ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബത്ത് ചോദിക്കുക, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വഇന്ന ലനാ ഫിൽ ബഹാമി ബഹായിമ അജ്റാ, ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമോ, മൃഗങ്ങൾക്ക് കൊടുത്താലും പ്രതിഫലം കിട്ടുമോ എന്ന് സഹാബത്ത് ചോദിച്ചു റളിയല്ലാഹു അൻഹും. അവർക്ക് ഒരു അത്ഭുതം പോലെ തോന്നിയത്, നായക്ക് വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടും, മനുഷ്യന്മാർക്ക് കൊടുത്താൽ കിട്ടുമെന്നൊക്കെ നേരത്തെ പഠിച്ചതാ. ഖാല ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ, പ്രവാചകൻ പറഞ്ഞു, അതെ, നിങ്ങൾ ഈ പച്ചക്കരളയില്ല എന്തിനു കൊടുത്താലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടില്ല. ജീവനുള്ള ഒരു ഉറുമ്പിന് കൊടുത്താലും പ്രതിഫലം കിട്ടും, ഒരു ഈച്ചക്ക് കൊടുത്താലും പ്രതിഫലം കിട്ടും. ഏതൊന്നിനെ വേണമെങ്കിലും, ഇപ്പം നമ്മളെ നല്ല പൊരിവെയിലുള്ള സമയമാണ് അല്ലേ, ഈ പൂച്ചയും കാക്കയും ഒക്കെ വെള്ളം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഒരു തുള്ളി വെള്ളം എവിടെയെങ്കിലും കണ്ടൊരു പൂച്ച വന്ന് ഒന്ന് നക്കുമ്പോഴേക്ക് നമുക്ക് ദേഷ്യ, കല്ലെടുത്തെറിയാൻ നോക്കും അല്ലേ. നമ്മുടെ ഹൃദയം എത്രത്തോളം ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ. ഒരു കാക്ക വന്നൊരു ഗ്ലാസ് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ വായട്ടാൽ നമുക്ക് ദേഷ്യം പിടിക്കും. എന്താ, അതിനർഹതപ്പെട്ടതല്ലേ, അതിനെ വേറെ ആരെങ്കിലും മുക്കി കൊടുക്കും അങ്ങനെ വെള്ളം? അല്ലെങ്കിൽ നായക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ വെള്ളം കുടിക്കാനില്ലല്ലോ. അപ്പം ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കാൻ ബാധ്യസ്ഥരാണ് വിശ്വാസികൾ എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള രോഗികളുടെ അവസ്ഥ. രോഗികൾ അവരൊരു പ്രധാനപ്പെട്ട വിഭാഗം. രോഗികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗം, മാറാരോഗം, ക്യാൻസർ ഒരു വലിയ ഗുരുതരമായ രോഗമായി ഇന്ന്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മിക്കവാറും വലിയൊരു ശതമാനം ആളുകൾ ക്യാൻസറിന് അടിമപ്പെട്ടു. പക്ഷേ എപ്പോഴാണ് അറിയാൻ ചോദിച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ ആകുന്നുള്ളൂ. നിരവധി തരം ക്യാൻസറുകളുണ്ട്. അതിൽ പലതിൻ്റെയും പിടിയിലാണ് ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്ത് നല്ലടത്ത് ഒരു വലിയ പണക്കാരൻ ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് സഹകരിച്ച് എല്ലാവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇടപെടുന്നൊരു മനുഷ്യൻ തന്നെ, ഒരു സഹോദരൻ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം ക്യാൻസർ ബാധിച്ചു മരിച്ചു. അപ്പോൾ നോക്കി നിങ്ങൾ, പെട്ടെന്ന് വരുക, വളരെ പെട്ടെന്ന്. ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയില്ല, ആർക്കും അദ്ദേഹത്തെ ഒരു നിലക്കും സഹായിക്കാൻ പറ്റിയില്ല. കാണാൻ പോലും, കണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പോലും ആളുകൾക്ക് ഇടം കൊടുക്കാതെ, അവസരം കൊടുക്കാതെ അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അതാ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അപ്പോൾ രോഗം വല്ലാത്തൊരവസ്ഥയിലാണ്. മിക്ക വീടുകളിലും രോഗികളുണ്ട്. എന്താ രോഗിയൊക്കെ വേണ്ട ആവശ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു രോഗിനെ കണ്ടാൽ നിങ്ങൾ ആ രോഗിനെ സന്ദർശിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. രോഗിനെ സന്ദർശിക്കൽ മതപരമായ ബാധ്യതയാക്കി ഒരു മതം വേറെ അതാണുള്ളത്. രോഗിനെ സന്ദർശിച്ചാൽ കൂലിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു പറയും, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കും, യബ്ന ആദം, ഏ ആദമിൻ്റെ മകനെ, മരിത്തു, ഞാൻ രോഗിയായിരുന്നല്ലോ, ഫലം തഅദിനി, നീ എന്നെ സന്ദർശിച്ചില്ല. ഈ പരലോകത്ത് നിന്ന് അല്ലാഹ് പറയുന്ന, ആദമിൻ്റെ പുത്ര, ഞാൻ രോഗിയായിട്ട് നീ എന്താ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നതെന്ന് അല്ലാഹ് ചോദിക്കുന്ന. അപ്പോൾ അത്ഭുതത്തോടു കൂടി അടിമ ചോദിക്കും, കാല യാ റബ്ബി കൈഫ അഊദക വ അൻത റബ്ബുൽ ആലമീൻ,
എൻ്റെ റബ്ബേ, നീ റബ്ബുൽ ആലമീനല്ലേ, ഞാൻ എങ്ങനെയാണ് നിനക്ക് രോഗിയായ സന്ദർശിക്കാൻ വരാന്ന്? നിനക്കെങ്ങനെ രോഗം ഉണ്ടാകുക? ഞാൻ എങ്ങനെയാണ് നിന്നെ രോഗം സന്ദർശിക്കാൻ വരാന്ന്? കാല അപ്പോൾ അല്ല പറയണ മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാന മരിദ. നിനക്കറിയോ നിൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരാൾ സുഖമില്ലാതെ കിടന്നിരുന്നില്ലേ? നിൻ്റെ വീടിൻ്റെ അടുത്തൊരു ഇന്ന പേരുള്ളൊരു ഫുലാൻ, ഒരു മനുഷ്യൻ അവിടെ സുഖമില്ലാതെ കിടന്നിരുന്നില്ലേ? നിനക്കവിടെ സന്ദർശിച്ചു കൂടായിരുന്നോ? അതാ ഫലം തഅദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. അമാ അലിംത, നിനക്കറിഞ്ഞുകൂടെ, അന്നക ലൗ ഉത്തഹൂല വജ്തനി ഇൻദഹു, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ അടുത്ത് നിനക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഖുദ്സിയായ ഹദീസിലുള്ളതാ. നീ എങ്ങാനും ആ മനുഷ്യനെ, ആ രോഗം സന്ദർശിക്കാൻ പോയാൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ്. അള്ളാൻ അങ്ങനെ രൂപത്തിൽ കാണുമെന്നല്ല പറഞ്ഞത്, മറിച്ച് അവിടെയാണ് അള്ളാൻ്റെ സഹായം ഉണ്ടാവുക. ഈ ഹദീസ് സുദീർഘമായ ഹദീസാ. ഞാൻ വിശന്നു, എനിക്ക് നീ ഭക്ഷണം തന്നില്ല. വീണ്ടും ഇയാൾ ചോദിക്കും, അല്ല റബ്ബേ, നീ റബ്ബുൽ ആലമീനല്ല, എനിക്ക് വിശക്കുമെന്ന്. അപ്പം പറയും, എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വിശന്ന് ഉണ്ടായിട്ട് നീ പോയി നോക്കിയോ, ഭക്ഷണം കൊടുത്തോ? നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ സുദീർഘമായ ഹദീസാ. അപ്പം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ ശ്രദ്ധയുണ്ടാകൽ നിർബന്ധമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇദാ ദഖൽതും അലാ മരീദിൻ ഫഖൂലു ഖൈറാ, നിങ്ങൾ ഒരു രോഗിൻ്റെ അടുത്ത് ചെല്ലണം. രോഗിൻ്റെ അടുത്ത് ചെന്നാൽ ചില കടമകളൊക്കെ ഉണ്ട്. ഒന്ന്, നല്ല വാക്കുവാണ് അയാളോട് സംസാരിക്കാൻ. ചെന്ന് കഴിഞ്ഞാൽ ഈ അസുഖം കൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇന്ന ആൾ മരിച്ചത് എന്നൊന്നും അവിടെ പോയി പറയരുത്, അല്ലേ? പോയാൽ ചില ആൾക്കാർ പോയാൽ മറ്റോ മരിക്കുക ചെയ്യുക. അസുഖം ചെറിയ അസുഖമുള്ളതാണ്, വലിയ അസുഖമൊക്കെ ആൾക്കാർ, അല്ലേ? ചെറിയൊരു അടയാളുണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞ് ഒരു ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച് വിട്ട ഒരാളെ, രോഗിനെ കണ്ടാൽ നമ്മൾ പോയിട്ട് പറയും, ഇങ്ങനെ തന്നെ ഞാൻ ഇവിടെ മുഴല്ലേ, ആ മുഴ തന്നെ ഇനി എൻ്റെ അമ്മോന് 3 മാസമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് ടെൻഷൻ കൂടുക ചെയ്യുക. അങ്ങനെ പറയരുത് എന്നാ. അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടി പോകാനാണെങ്കിൽ പോകാതിരിക്കണ നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിൻ്റെ അടുത്ത് ചെന്നാൽ എന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തലയിലോ കൈകളിലൊക്കെ തൊടും, ഇങ്ങനെ പിടിക്കും. എന്നിട്ടിങ്ങനെ അല്പം സ്പർശിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ ആശ്വസിപ്പിക്കും. ആയുസ്സിനെ പറ്റി നീട്ടിപ്പറയും. ഇദാ ദഖൽതും അലാ മരീദിൻ ഫനഫിസു ഇലൈഹി ഫി അജലിഹീന, നിങ്ങൾ രോഗിയുടെ അടുത്ത് ചെന്നാൽ അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് അവനോട് പറഞ്ഞോളി. എങ്ങനെ, എനിക്ക് ഈ അസുഖം ഇതൊന്നും മരിക്കൊന്നുമില്ലടോ, ഇങ്ങനെയൊക്കെ എത്ര ആൾക്കാർക്ക് അസുഖം ഉണ്ടായതാ, എത്രയോ ആൾ ജീവിച്ചതാ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ രക്ഷപ്പെട്ട് മൂപ്പരിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ഒരു പ്രയാസമില്ല. ഇങ്ങനെ ആയുസ് നീളും എന്ന സന്ദേശം അയാൾക്ക് കൊടുക്കണമെന്നാണ്. അയാൾ ആയുസ്സിനെ പറ്റി ഫനഫിസു ഇലൈഹി ഫി അജലിഹി, അദ്ദേഹത്തിന് ദീർഘായുസിനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. വാപ്പയായാലും ഉമ്മയായാലും ഒക്കെ നമ്മൾ ആ നിലക്ക്, വാപ്പയും ഈ അസുഖമായിട്ട് പോയി നോക്കാൻ കഴിയാത്ത മക്കളുണ്ടല്ലോ നമ്മളെ നാട്ടിൽ, അല്ലേ? ഇപ്പം അടുത്തും കണ്ടില്ലേ, കലക്ടർ, കോഴിക്കോട് ജില്ലാ കലക്ടർ ഇടപെട്ടിട്ട് ഒരാളുടെ സ്ഥലം തിരിച്ചു പിടിക്കാൻ ഓർഡറായിരിക്കുക. അച്ഛൻ്റെ സ്വത്ത് ഓരിച്ചെടുത്തു മക്കളൊക്കെ ഉദ്യോഗസ്ഥന്മാരാ. അമ്മ മരിക്കണേ, അമ്മനെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കി. അങ്ങനെ വൃദ്ധസദനത്തിൽ നിന്ന് മരിക്കുന്ന സമയത്ത്, മരിക്കാൻ സമയമായപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊന്ന് മക്കളെ കാണണമെന്ന്. ആ വിവരം വൃദ്ധസദനത്തിലെ ആൾക്കാർ മക്കളെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു. രണ്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാ, രണ്ടാളും വന്ന് നോക്കിയില്ല. രണ്ടാളും വന്നില്ല. അമ്മ മരിച്ചിട്ടും അവരാരും വന്ന് നോക്കിയില്ല. അങ്ങനെ അവസാനം ഗവൺമെൻറ് തന്നെ, വൃദ്ധസദനം തന്നെ അതിന് മറവ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുക, മനുഷ്യാവകാശ സംഘടന, എന്ത് ആ സ്ഥലമൊക്കെ തിരിച്ചു കൊടുത്തോളാൻ. കഴിഞ്ഞ ദിവസം 20 സെൻറ്റ് സ്ഥലം ജില്ലാ കലക്ടർ അളന്നിട്ട് തിരിച്ചു വാങ്ങി ഒരാളുടെ അടുത്ത് നിന്ന്, ഇങ്ങനെ സഹായിക്കാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന്. അപ്പോൾ ഈ വാപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥലമൊക്കെ ഓരി വെച്ചെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്തല്ല സ്വത്ത് ഓരിച്ചു കൊടുക്കരുത്, മരിച്ചു കഴിഞ്ഞിട്ടാവിരിക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്. നമുക്ക് സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഓരിച്ചു കൊടുക്കണ്ട. ഓരിച്ചു കൊടുത്താൽ അവർ മക്കൾ സഹായിക്കുമെന്ന് വിചാരിക്കുകയോ വേണ്ട. എന്ത് തേനെ പൂവെന്ന് പറഞ്ഞ മക്കളാണെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുണ്ട്. വാടകയ്ക്ക് താമസിക്കുക 5-8 മക്കളുള്ള ഒരാളാണ്. അയാൾ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുക. അരിക്കാട്ടായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വണ്ടിമേലെ ഒരു ദിവസം കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ? അപ്പം ഒന്നുമില്ല, പറയണ്ട, അതിനെപ്പറ്റി ഒന്നും പറയണ്ട പറഞ്ഞു. അല്ല, നിങ്ങൾ പറയാറിഞ്ഞു. ഒന്നുമില്ല, എൻ്റെ മക്കളെല്ലാം കൂടി സ്ഥലം ഓരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഓരിച്ചു കൊടുത്തു. അവസാനം ഞാൻ ഇവിടെ വാടക വീട്ടിലായി എന്ന് അറിയുന്നോട്. അപ്പോൾ അതാ അവസ്ഥ, വാടക വീട്ടിൽ താമസിക്കേണ്ടി വരും. അപ്പോൾ അതൊരു വിഷയം. മറ്റേ വിഷയം എന്താ? ഒരു രോഗി വാപ്പയായാലും ഉമ്മയായാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും, ഇനി അവരൊന്നുമല്ലെങ്കിലും കുടുംബക്കാരോ ബന്ധുക്കളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ നിന്ന് പാതിരാത്രി ഇറങ്ങി വരുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുക. പാതിരാക്കി അർദ്ധരാത്രി കഴിഞ്ഞ ശേഷം ഒരു വീട്ടിൽ നിന്ന് ഉമർ റളിയല്ലാഹു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുന്നു. അദ്ദേഹം ആലോചിച്ചു, എന്തിനാ ഉമറിന് ഇപ്പം ഈ വീട്ടിൽ സമയത്തൊരു പണി? അപ്പോൾ അദ്ദേഹം നേരം വെളുക്കാൻ കാത്തു. നേരം വെളുത്തേരെ വേഗം വീട്ടിൽ ചെന്ന് ചോദിച്ചു, അല്ല ഇവിടെ ഇന്നലെ രാത്രി ഒരു മനുഷ്യൻ വന്നീനല്ലോ, ആരാ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്കറിയില്ല ആരാന്നൊന്നും, എനിക്കറിയില്ല. കാരണം ആ സ്ത്രീ അന്ധയാണ്, കണ്ണൊന്നും കാണില്ല, അവർക്ക് ആളെ മനസ്സിലായില്ല. അയാൾ ഇവിടെ കുറേ കാലമായി സ്ഥിരമായിട്ട് വരും രാത്രി.
വന്നിട്ട് എന്നെ ശുശ്രൂഷിക്കും, എനിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതരും, മുപ്പര് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പോവും. എനിക്കറിയില്ല ആരാന്നൊന്നും അറിയില്ല. ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖലീഫ ഉമർ അങ്ങനത്തെ ഒരു വീട് കിട്ടിയാൽ ഇത് ഉപയോഗിക്കുമായിരുന്നു. ആ സ്ഥലം ഇങ്ങനെ വൃത്തിയാക്കാനും പരിചരിക്കാനൊക്കെ പോകുമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ചരിത്രം, ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ വിഷയത്തിൽ ഒരുപാട് പറയാണ്ട്, ഞാൻ സുദീർഘമായി പറയുന്നില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെ രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് ആ ആയുസ്സിനെ പറ്റിയുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. ഫഇന്ന ദാലിക ലാ യറുദ്ദു ശൈഅ, നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ആയുസ് തിരിച്ചിട്ടൊന്നുമില്ല. പിന്നെന്തിനാ? വയുത്തീബു നഫ്സഹു, അയാളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായി പറയണതെന്ന്. അപ്പോൾ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനഃശാസ്ത്രപരമായിട്ട് ആ രോഗികൾ ചികിത്സിക്കണമെന്ന് അല്ലേ. ഏത് രോഗമുള്ള മാരക രോഗമുള്ള ആളെടുത്ത് പോയിട്ട് കുഴപ്പമൊന്നുമില്ല, നിനക്ക് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ രോഗമൊക്കെ മാറും എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. അപ്പോൾ ആശ്വസിപ്പിക്കുക. രോഗിയൊക്കെ വേണ്ട ഒന്നാമത്തെ കാര്യം എന്താ പറയുക നിങ്ങൾക്ക്? ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവാക്കുക. കാരണം അവരിങ്ങനെ ഒരുപാട് അധ്വാനിച്ച് ഓടി നടന്ന് നമ്മുടെ അടുത്തൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർ, ഈ ഓഫീസ് പല സമയത്ത് വന്നവർ, നമ്മൾ പള്ളി പല പ്രാവശ്യം വന്നവരൊക്കെയാണ് അവർ. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. ഒരാളെ കിട്ടിയാൽ അവർ കുറച്ച് സമയം നമ്മളോട് സംസാരിക്കും. അത് പേടിച്ച് പോകാതിരിക്കുമ്പോൾ ആൾക്കാരെയും മുപ്പര് ഒഴിവുണ്ടെങ്കിൽ അവിടെ പോയിക്കൂടും, മുപ്പര് പിടിച്ചിരുത്തി വർത്താൻ പറഞ്ഞാളെന്നാണ് പറയുക. സംഗതി മുപ്പരെ മനസ്സിലുള്ള പ്രശ്നം അതാ. അതിങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ ആവശ്യങ്ങൾ അയാൾ പറയും. എന്താ ആവശ്യം? നിങ്ങളെ ആവശ്യം എന്താ? എൻ്റെ മകന് ജോലിൻ്റെ പ്രശ്നം, അങ്ങനെ ജോലിയൊക്കെ ശരിയായിക്കോളും, ഒക്കെ ഞങ്ങൾ ഇടപെട്ടോളാം എന്നൊക്കെ പറഞ്ഞാൽ അയാളെ ആശ്വസിപ്പിക്കണം. കാരണം അവർക്ക് വേണ്ടി വല്ലതും നമ്മൾ സംസാരിക്കാൻ പറ്റിയാൽ അവരുടെ മനസ്സതുകൊണ്ട് സന്തോഷിക്കാം. ആ സന്തോഷം നമുക്ക് ഗുണമായി മാറും. അപ്പം ഇങ്ങനെ എല്ലാ നിലക്കും രോഗികളുടെ കാര്യത്തിലും അതുപോലെ ഇങ്ങനെ വിധവകളുടെ കാര്യത്തിലും അഗതികളുടെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ മതത്തെ യഥാർത്ഥ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പരിശ്രമിക്കണം. അതല്ലാതെ മതം വല്ലാതെ ഇടുങ്ങിയതായി നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കും മനസ്സിന് ഒരു ആശ്വാസം കിട്ടാത്തത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു പാത്രമായിട്ട് ഇങ്ങനെ പോവുക. ഉമർ റളിയല്ലാഹു പിന്നാലെ പോയിട്ട് ആ സ്ത്രീനോട് ആ കുടം വെള്ളത്തിൻ്റെ പാത്രം വാങ്ങി. എന്നിട്ട് ഉമർ റളിയല്ലാഹു വെള്ളം നിറച്ചിട്ട് ആ സ്ത്രീയുടെ കൂടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് കണ്ടപ്പം ഉമർ റളിയല്ലാഹുവിൻ്റെ മകന് ദേഷ്യം പിടിച്ചു. വളരെ ദേഷ്യത്തോടു കൂടി മകൻ സംസാരിച്ചു, എന്തിനാണ് ഈ ഗർഭിണികളൊക്കെ സഹായിക്കാൻ പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി, എൻ്റെ മനസ്സിൽ ഞാൻ ആരോ ആണ് എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ വിനയപ്പെടാൻ മനസ്സ് അല്പമൊക്കെ നമുക്കൊരു ഈ എപ്പോഴാണെന്നറിയോ മനുഷ്യൻ തിന്മ ചെയ്യുന്നത് നല്ല ലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, എല്ലാം പ്രൗഢിയും ഭംഗിയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് തിന്മ ചെയ്യാൻ തോന്നുക. നന്മ ചെയ്യണമെങ്കിൽ ഈ നിരാലംബരുടെയും രോഗികളുടെയും അടുത്തൊക്കെ നിന്നാൽ ഒരിക്കലും ഒരാൾക്ക് തിന്മ ചെയ്യാൻ കഴിയില്ല. പാപങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഇല്ലാതാവും. എപ്പോൾ ഈ രോഗികളുടെ അടുത്തൊക്കെ പരിചരിക്കാനൊക്കെ പോയാൽ, അതുപോലെ അവശര അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ പോയാൽ, അതുപോലെ ഇത്തരം നാട്ടിൽ പ്രയാസപ്പെടുന്ന ദാരിദ്ര്യം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന, അതുപോലെ മറ്റെല്ലാ നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെയും അവശരെയും ഒക്കെ സഹായിക്കാൻ പോയാൽ നമ്മുടെ മനസ്സിലെ തെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതായി ശുദ്ധ ഹൃദയരായിക്കൊണ്ട് മാറാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാത്തരം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനവും സൗഖ്യവും നൽകുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.